നല്ല കഫക്കെട്ടും ചുമയൊക്കെ ഉള്ളവർക്കുണ്ടല്ലോ, ഇതുപോലെ നിങ്ങൾ പൊടി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചോ. ഒരു കൊല്ലം ഇരുന്നാലും ഈ ഒരു പൊടി കേടാവത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് വീതം നമുക്ക് നല്ല ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കഴിക്കുവാണെങ്കിൽ നല്ല ചുമയും ജലദോഷവും നീർക്കെട്ടും തൊണ്ടവേദന ഒക്കെ പമ്പ കിടക്കും കേട്ടോ. കുട്ടികളുള്ള വീട്ടിൽ പ്രത്യേകിച്ച് ഉണ്ടാക്കി നോക്കേ. ഇത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, പ്രായമായ ആളുകളൊക്കെ ഉള്ള വീട്ടിൽ നിങ്ങളിത് ഉണ്ടാക്കി എടുത്ത് വെക്കട്ടോ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. രണ്ട് രീതിയിൽ ഇതിങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ കഫം ഇളക്കാനായിട്ട് ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് ചുക്കാണേ, നല്ല വെയിലാണല്ലോ ഇപ്പം. അപ്പോൾ ഈ വെയിലുള്ള സമയത്ത് നിങ്ങൾ ഒരു കുറച്ച് ഇഞ്ചി വാങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ, ചെറുതായിട്ട് കീറിയിട്ട് ഒരു മുറത്തിലേക്കോ പ്ലേറ്റിലേക്കോ ഇട്ടിട്ട് വെയിലത്തേക്ക് ഒരു 3 ദിവസം വച്ചാൽ മതി. ശരിക്കും ഉണങ്ങി കഴിയുമ്പോൾ ചുക്കായി കിട്ടും. അപ്പോൾ ഈ ചുക്ക് നമ്മൾ ഇതുപോലെ ഒരു അമ്മിയിലേക്കോ ഉരലിലേക്കോ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇടിക്കണം. ഇടിച്ചിട്ട് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കറക്കിയാൽ നല്ല രീതിയിൽ നല്ല നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഇതൊന്ന് ചതച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ടല്ലോ പനങ്കൽക്കണ്ടാണ് കേട്ടോ. പനങ്കൽക്കണ്ടം എന്ന് പറയുന്നത് അങ്ങാടി മരുന്ന് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഈ മരുന്നുകൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് പനങ്കൽക്കണ്ടം. ഒരു ചുവന്ന പോലത്തെ കൽക്കണ്ടാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ എത്ര ഡ്രൈ ആയിട്ട് കിടക്കുന്ന കഫവും ഇളക്കി കളയും കേട്ടോ ഈ പനങ്കൽക്കണ്ടം. അപ്പം കുറച്ച് പനങ്കൽക്കണ്ടം വാങ്ങിച്ചിട്ട് അതും ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിലേക്ക് കുറച്ച് കുരുമുളക് കേട്ടോ. ഈ കുരുമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ചെറിയ മിക്സിയുടെ ജാറിൽ, ഏറ്റവും ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കറക്കിക്കോ. കുറച്ച് നേരം അങ്ങനെ കറക്കി കഴിയുമ്പോൾ ഇതൊക്കെ നമ്മൾ മുഖത്തിടുന്ന പൗഡറില്ലേ, ആ ഒരു രീതിയിൽ തന്നെ നല്ല നൈസായിട്ട് ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും. അപ്പം ചില ആളുകൾ ഇങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ നാക്കത്ത് വെച്ച് നക്കി കഴിക്കുന്ന ടീമുകളൊക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളിങ്ങനെ മുകളിലിട്ട് വലിച്ച് കയറ്റും കേട്ടോ. അപ്പം ഭയങ്കര എരിവ് മുഖിക്കൂടൊക്കെ കയറി പോകും. അപ്പം ഇത് നിങ്ങൾ ഒന്നല്ലെങ്കിൽ തേനിലോ അതല്ലെങ്കിൽ നാരങ്ങ നീരിലൊക്കെ ചാലിച്ചിട്ടാട്ടോ ഇത് കഴിക്കണ്ടേ. അപ്പോൾ ഇത് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികളാരെല്ലൊക്കെ ഉണ്ട്, അതല്ല ജോലിക്കൊക്കെ പോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുത്തു വിടുകയാണെങ്കിൽ അവർക്ക് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം. ഒരു സ്പൂൺ നിങ്ങൾ എടുത്തിട്ട് ഇതിലേക്ക് തേൻ ചേർക്കണം കേട്ടോ. നല്ല പഴകി കഫമൊക്കെ ആണെങ്കിൽ ഇളകി പോവും. പിന്നെ അത് മാത്രമല്ലാണ്ട് തൊണ്ടവേദന മാറും, ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ അതും മാറാനായിട്ട് എളുപ്പമുണ്ട്. ചെറുതേൻ ഉണ്ടെങ്കിൽ ചേർത്ത് കേട്ടോ. കുട്ടികൾക്കൊക്കെ ചുമ പെട്ടെന്ന് മാറും തേൻ ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ. പിന്നെ ഇതിലേക്ക് ചെറുനാരങ്ങ ഉണ്ടല്ലോ, ഈ ചെറുനാരങ്ങയുടെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് നമുക്ക് അതും കൂടി പിഴിഞ്ഞെടുത്ത് ഒഴിക്കുവാണെങ്കിൽ നെഞ്ചിൽ കെട്ടിക്കിടക്കുന്ന കഫമൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് ഇളക്കി നമുക്ക് കിട്ടും. അപ്പം നല്ല ഡ്രൈ ആയിട്ട് കഫമൊക്കെ ഇളക്കി കളയാനായിട്ട് നല്ലതാണ് കേട്ടോ ഇതിങ്ങനെ കഴിക്കുന്നത്. അപ്പം കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞെടുത്ത് ഒഴിച്ചിട്ട് ഇതുപോലെ വെള്ളമാക്കി കണ്ടില്ലേ ഇങ്ങനെ കിട്ടും. ഇത് നമുക്ക് നല്ലൊരു പുളിയും എരിവും ചെറിയൊരു മധുരിപ്പും ഒക്കെ കൂടെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ കഴിക്കുവാണെങ്കിൽ കഫം ഇളകും, തൊണ്ടവേദന ഉണ്ടെങ്കിൽ മാറിയും കിട്ടും. ഇനി ഇതിങ്ങനെ അല്ലാണ്ട് നിങ്ങൾക്ക് വെള്ളം പോലെ കഴിക്കാം. ചൂടുവെള്ളത്തിലേക്ക് ഇട്ടില്ല, നല്ല തിളച്ച വെള്ളത്തിലേക്ക് നിങ്ങളൊരു ഒരു 1/2 സ്പൂണോളം ഈ പൗഡറും കുറച്ച് തേനും അതുപോലെ തന്നെ ഇത്തിരി നാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞെടുത്ത് ഒഴിച്ചതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ഇളക്കി കഴിക്കുവാണെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പിന്നെ നല്ല മൂക്കടച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ വേണമെങ്കിൽ ചേർത്തോട്ടോ, എന്നാലും കുഴപ്പമില്ല. അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ എടുത്ത് പൊടി ഉണ്ടാക്കിയിട്ട് കഴിക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ ഓരോ ഗ്ലാസ് വീതം നല്ല ചൂടിനോട് കൂടി കഴിക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ അത്യാവശ്യം കഴിക്കാവുന്ന രീതിയിലുള്ള ചൂടിന് കുട്ടികൾക്ക് കൊടുക്കാം. അതല്ല ഇനി തേൻ ചാലിച്ച് നാരങ്ങ നീരും കൂടി ചാലിച്ച് കൊടുക്കാനാണെങ്കിൽ അത് അങ്ങനെയും കൊടുത്തു. കുറച്ച് വീതം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമായിട്ട് കുട്ടികൾക്ക് നക്കാനായിട്ട് കയ്യിൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ പെട്ടെന്ന് ആശ്വാസം കിട്ടുമേ. അപ്പോൾ നല്ല വീണ്ടും കാണാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാൻ പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് സുഹൃത്തുക്കളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാം കേട്ടോ. ഇതുപോലെ കുഞ്ഞു ടിപ്സും വീഡിയോസിനായിട്ട് ഇതുവരെ ഫോളോ ചെയ്തിരിക്കുകയാണെങ്കിൽ ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ കുട്ടികൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പൊടി ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തു വിടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം കേട്ടോ. ബൈ.